മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി കേന്ദ്രം ഉടൻ ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ 2 ദിവസത്തെ സമരം തുടങ്ങി. ദുരിതബാധിതർ ഉൾപ്പെടെയുള്ളവരെ ജന്തർ മന്തർ സമരവേദിയിലെത്തിച്ച് LDF ആണ് സമരം സംഘടിപ്പിച്ചത്. ഇതേ ആവശ്യമുന്നയിച്ച് വയനാട് കലക്ടറേറ്റിന് മുന്നിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റി നിരാഹാര സമരത്തിലാണ്. LDF സമരത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എംപിമാരും പാർട്ടി നേതാക്കളും പിന്തുണയുമായി എത്തി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി സമരം ചെയ്യണമെന്ന് ആം ആദ്മി പാർട്ടി എംപിയും രാജ്യസഭാ കക്ഷി നേതാവുമായ സഞ്ജയ് സിംഗ് ആവശ്യപ്പെട്ടു. और आने वाले दिनों में हम लोग कोशिश करेंगे 0 आवर में या बजट पे भी जब अलग अलग सब्जेक्ट पे बोलना होगा उस वक्त निश्चित रूप से कहने की जरूरत नहीं है, अपने बारे में बताने की भी जरूरत नहीं, हम आपके साथी हैं, बस इतना ही कह सकता हूं. CPM കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിക്ക് നൽകാനുള്ള നിവേദനം വയനാട് LDF നേതൃത്വം ഇടതെംപിമാർക്ക് കൈമാറി. 2 ടൗൺഷിപ്പുകളും ഉടൻ പൂർത്തിയാക്കുക, 10 സെന്റ് ഭൂമി അനുവദിക്കുക, തുടർ ചികിത്സ ഉറപ്പാക്കുക, കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ടറേറ്റിന് മുന്നിലെ സമരം. ഇവർക്ക് വീട് നിർബന്ധമാണ്, അതിന്റെ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഇത് നമ്മുടെ സർക്കാരുകൾ ഇടപെട്ടിട്ട്, കേരള സർക്കാരുകൾ ഇടപെട്ടിട്ട് തീർക്കാൻ പറ്റുന്ന വിഷയമുള്ളൂ. ഉരുൾപൊട്ടലുണ്ടായി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ദുരിതബാധിതർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ദുരിതബാധിതരുടെ ഒരു കൂട്ടായ്മ ഇന്നലെ ദുരന്തഭൂമിയിൽ കുടിൽകെട്ടി സമരം നടത്തിയിരുന്നു. വയനാട് പാക്കേജിനുള്ള തുക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MP പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വയനാട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 ഡൽഹി.